ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7. ഈ ബിഗ് ബോസിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മിഡ് വീക്ക് എവിക്ഷൻ എന്നാണ്. ലാലേട്ടനും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട് പോയത്. ഇപ്പം മിഡ് വീക്ക് സസ്പെൻഷൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ശരിക്കും അതിന്റെ ത്രില്ലങ്ങ് പോയി. എവിക്ഷൻ തന്നെ വേണമായിരുന്നു. ഇനിയിപ്പോൾ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റമൊന്നും അറിയില്ല. എന്തായാലും എവിക്ഷൻ തന്നെയാണ് അതിന്റെ ഒരു ത്രില്ല്. ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തിയിട്ട് കൊണ്ടുപോകുന്ന പരിപാടിയില്ല. ഡെഡ് സോൺ ആണെന്ന് പറയുന്നുണ്ട്. മൈക്കും ക്യാമറയൊന്നും ഇല്ലെന്നും പറയുന്നുണ്ട്. നമ്മളിന്ന് കാണിക്കാതെ അവരെ മാറ്റി നിർത്തിയിട്ട് അകത്തേക്ക് കൊണ്ടുവന്ന വലിയ സുഖമുള്ള കാര്യമല്ല. പോയി വന്നതിന് ശേഷം ഇനി അവർ നന്നായിട്ട് കളിച്ചാൽ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് മനസ്സിലാക്കി എന്നുള്ളൊരു ചീത്തപ്പേരും കൂടെ അവർക്ക് കിട്ടും. പിന്നെ ഇതിപ്പോ തുടക്കത്തിലായതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരിക്കും. എന്നാലും അതൊരു വേണ്ടാത്തൊരു പരിപാടിയായിട്ട് തോന്നി. ലാലേട്ടന്റെ ഒക്കെ പ്രൊമോ കണ്ടു കഴിഞ്ഞാൽ മലമറിക്കുന്നായിരുന്നു. ഇതിപ്പോ എവിക്ഷനൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവര് തന്നെ മാറ്റി പറയുന്നുണ്ട്. എന്താകും എന്തോ. പിന്നെ ആകെയുള്ളൊരു ഗുണം, സസ്പെൻഡ് ആവുന്ന രണ്ടുപേരുടെ 500 ലക്ഷറി പോയിന്റ്സ് വീതം മൊത്തം 1000 പോയിന്റ് ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം മോർണിംഗ് ആക്ടിവിറ്റിയിൽ കാവലാൾ എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് കൊടുത്തത്. ഈ മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 6 പേര് അവർക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് കളിക്കാൻ വേണ്ടി 2 പേരെ വീതം സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ടാസ്ക്. റെനയാണ് ആദ്യം സെലക്ട് ചെയ്തത് ജിസേലിനെ ആര്യനെയും, ശാരിക ബിന്നിയെ ആദില നൂറയും സെലക്ട് ചെയ്തു. ഒനീല് അക്ബറിനെയും ഷാനവാസിനെയും സെലക്ട് ചെയ്തു. അനീഷ് സെലക്ട് ചെയ്ത് അനീഷിനോട് എപ്പോഴും അടിയുണ്ടാക്കുന്ന ശരത്തിനെയും അനുമോളെയാണ്. സരിക നെവിനെയും അഭിലാഷിനെയും സെലക്ട് ചെയ്തു. രേണു ബിൻസിയും ശൈത്യയാണ് സെലക്ട് ചെയ്തത്. രേണു അവസാനം ബാക്കി വന്ന ബിൻസിയും ശൈത്യയും തെരഞ്ഞെടുത്തു. മിഡ് വീക്ക് എവിക്ഷനിൽ രക്ഷപ്പെടാനുള്ള കോയിൻ വേട്ട ടാസ്ക് ആയിരുന്നു അടുത്തത്. മഡ്പിറ്റിൽ നിന്ന് കോയിൻസ് കളക്ട് ചെയ്യുന്നതായിരുന്നു ടാസ്ക്. കുറെ താക്കോലുകൾ ഇട്ട നിറമുള്ള വെള്ളം നിറച്ച പാത്രത്തിൽ നിന്ന് ശരിയായ താക്കോല് കണ്ടെടുത്ത് അതുപയോഗിച്ച് ഒരു പെട്ടി തുറന്ന് അതിന്റെ അകത്തുള്ള സേഫ്റ്റി ഗിയേഴ്സ് ഒക്കെ ധരിച്ച് ഈ മഡ്പിറ്റിൽ ഇറങ്ങി അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന കോയിൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ടാസ്ക്. ഇതിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തേത് എത്രയും പെട്ടെന്ന് ശരിയായ താക്കോൽ കണ്ടുപിടിക്കുക. രണ്ടാമത്തേത് മഡ്പിറ്റിൽ നിന്ന് മാക്സിമം കോയിൻസ് കളക്ട് ചെയ്യുക. ടാസ്കിൽ ഏറ്റവും ആദ്യം കറക്റ്റ് കീ കിട്ടിയത് രേണുവിന്റെ ടീമിനായിരുന്നു. ഏറ്റവും അവസാനം വെറും 2-3 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അനീഷിന്റെ ടീമിന് കീ കിട്ടിയത്. പങ്കെടുത്തവരെല്ലാവരും തന്നെ ആ ചെളിയിൽ നിന്ന് കോയിൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്തത് റെനയുടെ ടീമായിരുന്നു. 15 കോയിൻസ് ആയിരുന്നു കളക്ട് ചെയ്തത്. അവർക്ക് 6 പോയിന്റ് കിട്ടി. രണ്ടാമത് സരികയുടെ ടീമായിരുന്നു. 14 കോയിൻസ് കിട്ടി, 5 പോയിന്റ്സ് അവർക്ക് ലഭിച്ചു. രേണുവിന്റെ ടീം 13 കോയിൻസ് കളക്ട് ചെയ്തു, 4 പോയിന്റ് കിട്ടി. ഒനീലിന്റെ ടീം 12 കോയിൻസ് കളക്ട് ചെയ്തു, 3 പോയിന്റ് കിട്ടി. ശാരികയുടെ ടീം 9 കോയിൻസ് കളക്ട് ചെയ്തു, 2 പോയിന്റ് കിട്ടി. അനീഷിന്റെ ടീമിന് 3 കോയിൻസ് ആണ് കളക്ട് ചെയ്യാൻ പറ്റിയത്, 1 പോയിന്റ് ആണ് കിട്ടിയത്. നിലവിൽ ഒരു ടാസ്കേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി വരുന്ന ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കളക്ട് ചെയ്യാൻ സാധിച്ചാൽ അവർക്ക് മിഡ് വീക്ക് സസ്പെൻഷനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ബാക്കിയുള്ള ടാസ്കുകൾ ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു.